സ്ക്രീനിങ് കണ്ടിട്ടെന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആരുണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പൊക്കോണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാരേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണെങ്കിലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി കെയർ ടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാവരും ഇരിക്കുന്ന വേദിയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം. പണ്ട് മിമിക്രിയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂ ഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. അത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയപ്പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്കും വലിയ വേഷം നിന്ന ഒരാളല്ലേ. പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട, എന്നാലും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാട്ടി മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗതിയായിട്ടുള്ള സിനിമകത്ത് രചന നിർവഹിച്ച ഒരാളാണ്. എല്ലാം സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കനെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, അനുശ്രേഷവനെ സലികുമാറിനെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും ഇതിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്തൊരു സിനിമ, രാജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസൻ ചേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ
ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. ദിലീപേട്ട, നന്ദി, നമസ്കാരം.